ഗൈസ്, അപ്പോൾ കൂർഗിലെത്തിയിട്ട് നമ്മ പോയത് നമ്മളെ രണ്ടാമത്തെ സ്പോട്ടായ നിസർഗ ദമയിലാണ്. കൂർഗിലെത്തിയാൽ കാണേണ്ട മെയിൻ ഒരു സ്ഥലമാണിത്. മഴ വന്നിട്ട് വെള്ളം കൂടിയോണ്ടോന്ന് അറിയില്ല, അടുത്ത ബോട്ടിങ് നിർത്തി വെച്ചിട്ടുണ്ടായി. ഇവിടെ മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ സംഭവം ശ്രദ്ധിക്കുന്നത്. സ്കൂൾ സീസൺ അല്ലാത്തതുകൊണ്ട് ആൾക്കാരെല്ലാം ഭയങ്കര കുറവായിരുന്നു. ഞാനും ചേച്ചിയും കൈയും പിടിച്ച് കഥ പറഞ്ഞ് നടക്കുമ്പോഴേക്കും അളിയൻ ബാക്കിൽ നിന്ന് ഹിന്ദിക്കാരെ പോലെ ചെയ്യുന്നുണ്ടായിന്. അളിയനാണെങ്കിൽ എന്ത് കണ്ടാലും അതിലേക്ക് വലിഞ്ഞു കയറണം. വാലുപോലെ ഇവളും പാഞ്ഞു കയറിക്കോളും. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? ഇതിന് മേലക്കാരനിൽ സ്റ്റെപ്പെല്ലാം പൊട്ടിട്ടാന്നുണ്ടായി. ഇതിന് കാണുമ്പോ എനിക്ക് തോന്നിയത് ഇതാണ്. 10-30 വയസ്സൊരു കുഞ്ഞിക്കളി മാറാത്തോണ്ട് രണ്ടിനും പിടിച്ച് കെട്ടിച്ച്. ഇപ്പൊ അതും നോക്കിയിരിക്കുന്ന എന്റെ ഡാഡി മെമ്മയാണത്. ഇനി അഖില പ്രതീക്ഷ ഞാനാണ്. എന്നിട്ട് എല്ലാം എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഇതാണ് ഇവിടുത്തെ പക്ഷികളുടെ പാർക്ക്. ഈ ബോർഡ് കാണുമ്പോൾ ഞാൻ വിചാരിച്ച് പക്ഷികളെ കറിവെച്ച് കൊടുക്കുന്ന റെസ്റ്റോറന്റ് ആയിരിക്കുന്നു. ഒരുത്തൻ ഒറ്റക്കാക്കിയിട്ട് ഈറ്റിക മൂന്നും വേറെ ഏതോ ലോകത്താണ്. അവരുടെ കയ്യിലുള്ള സാധനം കാണുമ്പോൾ തന്നെ എനക്കെന്തോ പേടി. ഈടെയൊന്നും ഒരാൾ എന്നെ നോക്കിയിട്ട് എന്തെല്ലോ കാണിക്കുന്നുണ്ടായിനി. എനിക്ക് പിന്നെ അത് നോക്കി നിൽക്കാനല്ലേ പറ്റൂ. പക്ഷെ എന്റെ അളിയൻ അങ്ങനല്ല. ഓർ രണ്ടാളും വർത്താനം പറയുന്നത് കണ്ടപ്പോൾ തോന്നി ഇവർ തമ്മിൽ കഴിഞ്ഞ നിമിത്തിൽ എന്തോ ചൊടിച്ച് വിരിഞ്ഞ പോലെയായിരുന്നു ആ നൃത്തം. പാവം. ഇനിയും ഈ നാടകം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോണോ? ഇതാ നാടിന്റെ ഏറ്റവും പുതിയതായിട്ട് ഇറക്കിയ അമേരിക്കയിൽ മാത്രമായിട്ട് കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം കോഴി. അങ്ങനെ അടുത്ത ആൾക്കാരുടെ ബായ് പറഞ്ഞ് നേരെ നമ്മൾ അടുത്ത സ്പോട്ടായ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഗോൾഡൻ ടെമ്പിളിലേക്ക് പോയി. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര ഒരു സമാധാനം. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മളെ ഉണ്ണിക്കുട്ടന്മാരുടെ പ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം ഞാൻ ആലോചിച്ച് നമ്മളെ യോധത്തെ ഉണ്ണിക്കുട്ടനെ തട്ടിക്കൊണ്ടുവന്ന പോലെ ഇവരെ തട്ടിക്കൊണ്ടുവന്ന ആൾക്കാരുണ്ടാവുന്നു. ഞാൻ ഇവരെ പ്രാർത്ഥന കണ്ട് പോവാലോ വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും ഇവരെല്ലാം വേണ്ടി ഒരു ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന പോലെ ചമ്മണം അണിഞ്ഞിട്ട് ഇരിക്കുന്നു. സമയം കൊണ്ട് ഞാൻ അവരെ പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഓക്കെ, ബൈ.